പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: ആരാണ് പിഴുതെറിയുന്നത്? ആരാണ് നട്ടു വളർത്തുന്നത്? ആരാണ് ഇടിച്ച് തകർക്കുന്നത്? ആരാണ് പണിതുയർത്തുന്നത്? 4 ചോദ്യങ്ങളാണ്. ആരാണ് പിഴുതെറിയുന്നത്? ആരാണ് നട്ടു വളർത്തുന്നത്? രണ്ടും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. പിഴുതെറിയുക, നട്ടു വളർത്തുക. നമ്മൾ ഒരു ഭൂമി കൃഷിക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ആദ്യം അതിലുള്ളതെല്ലാം നമ്മൾ അതിലാവശ്യമില്ലാത്ത പലതും, മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം പിഴുതെറിയുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലെങ്കിൽ ഒരു കാട് പിടിച്ച് കിടക്കുന്നൊരു ഭൂമി അത് കൃഷിക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ആദ്യം അതിൽ വെട്ടിയൊരുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പിഴുതെറിയുകയാണ് ആവശ്യമില്ലാത്തത്. അതിനുശേഷം നമ്മൾ നട്ടു വളർത്തും. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് പഴയത് ഇടിച്ച് തകർക്കുകയും പുതിയത് പണിതുയർത്തുകയും ചെയ്യും. എന്തുകൊണ്ടാണ് പഴയത് ഇടിച്ച് തകർക്കുന്നത്? കാരണം അത് ഉപയോഗശൂന്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഗുണമില്ലാത്തത് കൊണ്ട് അത് ഇടിച്ച് തകർക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: ഇതാരാണ് ചെയ്യുന്നത്? ജെറമിയായോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ നാവിൽ എൻ്റെ വചനം നിക്ഷേപിച്ചിരിക്കുന്നു. ഈ വചനം കൊണ്ട് നീ പിഴുതെറിയും, ഈ വചനം കൊണ്ട് നീ നട്ടു വളർത്തും, ഈ വചനം കൊണ്ട് നീ ഇടിച്ച് തകർക്കും, ഈ വചനം കൊണ്ട് നീ പണിതുയർത്തും. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് വചനമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വീഴുന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ ഹൃദയത്തിൽ വന്ന് വീഴുന്ന വചനത്തിന് നമ്മുടെ ഉള്ളിൽ പിഴുതെറിയാൻ സാധിക്കുന്നുണ്ടോ? വചനം നമ്മുടെ ഹൃദയത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ വചനത്തിന് കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ആക്ടിവേറ്റ് ആവാൻ നമ്മൾ അനുവദിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം ഇട്ട് തരികയാണ്. അപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ചില തിന്മകൾ പിഴുതെറിയപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിന് വചനത്തെ അനുവദിക്കുന്നുണ്ടോ? 2, ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ കുറേ നന്മകൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ടുള്ള നന്മകൾ നട്ടുപിടിപ്പിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. 3, നമ്മുടെ ഉള്ളിലേക്ക് ഈശോ വിതയ്ക്കുന്ന ഈ വചനം നമ്മളിൽ ആവശ്യമില്ലാത്ത പല വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ചില നിലപാടുകൾ, ചില രീതികൾ, ആവശ്യമില്ലാത്തത് ഇടിച്ച് തകർക്കപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വചനത്തെ, ആ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ അനുവദിക്കുന്നുണ്ടോ? 4, ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഈ വചനം നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഭവനം, ദൈവത്തിന് വേണ്ടി ഒരു പുതിയ കൂടാരം നമ്മുടെ ഉള്ളിൽ ഈ വചനം സൃഷ്ടിക്കണമെന്ന്. വചനം എങ്ങനെ ഒരു ഭവനത്തിൻ്റെ കല്ലുകൾ വെച്ച് ചേർത്ത് ഒരു ഭവനമായിട്ട്, പത്രോസ് പറയുന്നത് പോലെ ഒരു സ്വർഗീയ ഭവനമായി, ഒരു ദേവാലയമായി നമ്മൾ പണിതുയർത്തപ്പെടുന്നതിന് വചനത്തെ നമ്മൾ അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ അനുവദിക്കുമ്പോഴാണ് ഇത് 100 മേനി ആവശ്യമില്ലാത്തത്, 100% ആവശ്യമില്ലാത്തത് പിഴുതെറിയപ്പെട്ടു, 100% ആവശ്യമുള്ളത് നട്ട് വളർത്തപ്പെട്ടിരിക്കുന്നു, 100% പഴയത് ഉപകാരമില്ലാത്തത് ഇടിച്ചു തകർക്കപ്പെട്ടിരിക്കുന്നു, 100% അല്ലെങ്കിൽ 100 കംപ്ലീറ്റായിട്ട്, പൂർണ്ണമായിട്ടും ആവശ്യമുള്ള ആ ഭവനം അതിൻ്റെ പൂർണ്ണതയിൽ രൂപപ്പെട്ടിരിക്കുന്നു, പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശോ പറയും, ഇതാ 100 മേനി വചനം വിളയുന്ന ഹൃദയം, 100 മേനി ഈശോയുടെ തിരുമുഖം വിളയുന്ന ഹൃദയം, 100 മേനി ഈശോയുടെ തിരുഹൃദയം വിളയുന്ന ഹൃദയം, 100 മേനി ഈശോയുടെ മനസ്സുള്ള ഒരു ഹൃദയം. നമുക്ക് കണ്ണുകളടക്കാം. ഈ പ്രഭാതത്തിൽ നമുക്കനുഭവിക്കാം, ഈശോ നമ്മിൽ വിതയ്ക്കുന്ന ആ വചന വിത്തുകൾ ചിലപ്പോഴൊക്കെ
നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത്, പലപ്പോഴും ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും വിത്തുകൾ, വചനവിത്തുകൾ നമ്മുടെ ഉള്ളിൽ വീണത് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത്, പിശാച് വന്നത് കൊത്തിയെടുത്തു പോകാൻ നമ്മൾ അനുവദിച്ചതിനെ ഓർത്ത്, ആഴമില്ലാതെ ഹൃദയകാഠിന്യം മൂലം വചനം വേരുപിടിക്കാതെ പോയതിനെയൊക്കെ ഓർത്ത് നമുക്കനുതപിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഉപേക്ഷയാൽ വന്നുപോയ എല്ലാ അപരാധങ്ങളെയും കുറവുകളെയും ഓർത്തനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, ഈശോയേ, ഈശോയേ.